الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق، وسعدوا في مناهج الصدق بالتصديق. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ സ്വലവാതു റബ്ബിനൽ ഉലാ ബിസലാമിഹി അബദൻ അലാ അഅലൽ ഖലായിഖി ഹിബ്ബിഹി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا رسول الله، خذ بيدي قلت حيلتي أدركني، يا معين الدين يا معين الدين يا معين الدين خواجة معين الدين. ഏറ്റവും ആദരണീയരായ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങളടക്കം സാദാത്തുക്കൾ, അഭിവന്ദ്യരായ ഉലമാക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനായ ശൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ സ്ഥാപിച്ച് ഇതുവരെ കൃത്യമായി നിലനിർത്തിപ്പോരുന്ന മദ്ഹർ സ്വലാത്ത് മജ്ലിസിന്റെ ദശവാർഷിക മജ്ലിസിലാണ് നാം എല്ലാവരും ഉള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ആത്മീയ മജ്ലിസിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയത്. കാരണം മഹാനായ ശൈഖുന പുസോട്ട് തങ്ങളുപ്പ എന്നറിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ബുഖാരിയുടെ ഉപ്പ, അവര് മുഖേന ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും മദീന മുനവ്വറ അടക്കമുള്ള പ്രധാന സ്ഥലങ്ങളിലും സ്വലാത്ത് മജ്ലിസുകൾ സ്ഥാപിച്ച, ഇത്രയധികം മജ്ലിസുകളെ പരിപാലിച്ചു പോയ അടുത്ത കാലത്തൊരു നേതൃത്വത്തെ നമുക്ക് പരിചയപ്പെടാൻ കിട്ടിയിട്ടില്ല. മഹാനവറുകൾ മദീനയിലെ പ്രവർത്തകർ എപ്പോഴും ചെല്ലുമ്പോൾ സ്വലാത്ത് മജ്ലിസ് സ്ഥാപിച്ചു തരാൻ പറയുമ്പോൾ
സമയമായിട്ടില്ല, പിന്നെ ആകാം എന്ന് പറയുകയും അവിടുത്തെ വഫാത്തിന് തൊട്ടു മുന്നിൽ സർവ സ്വലാത്ത് മജ്ലിസുകളുടെയും കേന്ദ്രബിന്ദുവായ മദീനത്തെ സ്വലാത്ത് മജ്ലിസ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് മഹാനവറുകൾ യാത്രയായത്. അവിടുത്തെ ജീവിതത്തെ അനാവരണം ചെയ്യുമ്പോൾ ഈ സ്വലാത്ത് മജ്ലിസിന്റെ നായകരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പറയാൻ, നിങ്ങൾക്ക് പറയാൻ 1000 നാവുകളാണുള്ളത്. ജാടയില്ലാതെ വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്ത് ഏറ്റെടുത്ത വലിയൊരു മഹൽ വ്യക്തിത്വമായിരുന്നു സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം അനുഭവങ്ങൾ ഈ ബോംബെയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മലയാളികൾക്കും മലയാളികൾ അല്ലാത്തവർക്കും പറയാനുണ്ട്. ഞാനത് നിങ്ങളോട് അങ്ങോട്ട് പറയൽ ഒരു അധിക പ്രസംഗമായിരിക്കും. 10,000-കണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സമസ്ത കേന്ദ്ര മുശാവറയിൽ യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മവേദികളിൽ നിറഞ്ഞ ആത്മീയ മജ്ലിസുകളിൽ ഒക്കെ വലിയ നേതൃത്വം വഹിച്ചവരായിരുന്നു മഹാനവറുകൾ. ഞങ്ങളുടെ കൊല്ലത്ത് ഞാനും എൻ്റെ ഇളയ അനുജൻ ഫാറൂഖ് നഈമിയും പല സ്ഥലത്തും പ്രഭാഷണം നടത്താൻ പോകുമ്പോ മഹാനായ പൊസോട്ട് തങ്ങളുപ്പാന്റെ വാത്സല്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. വല്ലാതെ ഞങ്ങളെ, നമ്മുടെ കുടുംബത്തെയും ഉപ്പാനെയും അതുപോലെ ഇഷ്ടപ്പെടുകയും വാത്സല്യം കാണിക്കുകയും ചെയ്ത മഹാനവറുകൾ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് തെക്കൻ കേരളത്തിലെ സുന്നി മർക്കസ് എന്നറിയപ്പെടുന്ന ഖാദിസിയയിൽ എല്ലാ മാസവും സലാത്തിന്റെ മജ്ലിസിന് നേതൃത്വം നൽകാൻ വരുമായിരുന്നു. 650 കിലോമീറ്റർ ദീർഘയാത്ര ചെയ്ത് കേരളത്തിന്റെ ഉത്തരാർദ്ധത്തിൽ നിന്ന് ദക്ഷിണ കേരളത്തിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള കൊല്ലത്തേക്ക് ഉസ്താദ് വരുമ്പോ ഇടയ്ക്കിടെ എന്നോട് ചോദിക്കും, മുയിലേരെ, ഞാൻ ഈ വരുന്നത് കൊണ്ട് ഇവിടെ ദീനിയായി എന്ത് പ്രയോജനമാണുള്ളത്? അങ്ങനെ പ്രയോജനമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റൂ. ആളുകളെ കാണാനാണെങ്കിൽ മദ്ഹറിലെ നീണ്ട നിര നിങ്ങൾക്കറിയാം. മജ്ലിസുകൾ സ്ഥാപിച്ച രത്നഗിരിയിലും ബോംബെയിലും മറ്റു പല സ്ഥലങ്ങളിലും വിളിച്ചിട്ട് പോകാൻ വരെ സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടം വരെ ഇങ്ങനെ കൃത്യമായി വരുന്നത് ഒരു ദീനീ പുരോഗതി നിശ്ചയിച്ചുകൊണ്ടാണ്. ഞാൻ പറയും, തങ്ങളുപ്പ അവിടുത്തെ പാദം ഇവിടെ സമർപ്പിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ റേഷ്യോ നല്ലതുപോലെ ഉയരുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വഫാത്ത് വരെ മഹാനവറുകൾ ഖാദിസിയയിൽ നടന്ന സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകി. ഇടയ്ക്ക് വെച്ച് മദീനയിലെ ലാസ്റ്റ് യാത്രക്ക് തൊട്ടു മുമ്പ് സുഖമില്ലാതിരിക്കുമ്പോ ഖാദിസിയയിലെ സ്വലാത്ത് മജ്ലിസിന് പോകണമെന്ന് ആഗ്രഹിച്ച് പുറപ്പെടണമെന്ന് പറയുമ്പോ മകൻ സയ്യിദ് ഷഹീർ തങ്ങൾ ബുഖാരി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു,
ഉപ്പ ഞങ്ങൾ ആരും പറഞ്ഞിട്ട് നിൽക്കുന്നില്ല, അങ്ങോട്ട് വരണമെന്നാണ് പറയുന്നത്. സഖാഫി ഉസ്താദ് ഒന്ന് വിളിച്ച് ഇപ്രാവശ്യം വരണ്ട എന്ന് പറയണം. കാരണം അത്രക്ക് ക്ഷീണിതരാണ്, യാത്ര ചെയ്യാൻ വയ്യ. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു, തങ്ങളുപ്പ അവിടെ നിന്ന് ഇപ്രാവശ്യം സലാത്തിന് ഇവിടം വരെ ബുദ്ധിമുട്ടി വരണ്ട, സുഖമില്ലല്ലോ, അനുജനെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അനുജനെ പറഞ്ഞു വിടുകയുണ്ടായി. ഞാൻ ഇങ്ങനെ തങ്ങളുപ്പായിലൂടെ പോയാൽ വേറെ ഒന്നും നമുക്ക് പറയേണ്ടി വരില്ല, പറയേണ്ട ആവശ്യവും യഥാർത്ഥത്തിലില്ല. എന്നാലും ഈ മഹത്തായ മജ്ലിസിന്റെ പരിമിതമായ സമയം പരിഗണിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണമല്ലോ. മഹാനായ ശൈഖുന തങ്ങളവറുകൾ വഫാത്തായ ഉടനെ, വഫാത്തിന് മുമ്പുണ്ടായ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന്, വളരെ സീരിയസ് ആയി ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഹനീഫ ഡോക്ടറുടെ ചാലിയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബദറുസ്സാദാത്തിനോടൊപ്പം തങ്ങളുപ്പാനെ സന്ദർശിക്കാൻ വന്നു. ഞാനപ്പോൾ അവിടെയുണ്ട്. വന്നിട്ട് വളരെ വിഷമിച്ച് കിടക്കുന്ന തങ്ങള് പതുക്കെ കൈകുത്തി എഴുന്നേറ്റിരുന്നു. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, തങ്ങൾ ബുദ്ധിമുട്ടി എഴുന്നേൽക്കണ്ട. പക്ഷെ ആ കട്ടിലിൽ കിടന്നയാള് തലയണ ചാരി വെച്ച് പതുക്കെ ഇരുന്നു. ഇരുന്നപ്പോൾ ഉസ്താദ് അവറുകൾ ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ മദ്ഹർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കാര്യം, തങ്ങൾക്കിങ്ങനെ ക്ഷീണമായ സ്ഥിതിക്ക് എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ നല്ല ദൃഢസ്വരത്തിൽ തങ്ങളവറുകൾ പറഞ്ഞ മറുപടി, എന്റെ മകനെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കലവറയില്ലാത്ത നല്ല പിന്തുണയും ഉപദേശവും നൽകിയാൽ മതി. ആ വാക്കുകൾ വളരെ സാർത്ഥകമായിരുന്നു. കാരണം വഫാത്തിന് ശേഷം ആദ്യത്തെ ഖാദിസിയുടെ സലാത്ത് മജ്ലിസ്, നൂറുകണക്കിന് നേരത്തെ പറഞ്ഞ സീരിയസ് ആയ ക്യാൻസർ രോഗികളടക്കം അന്നേ ദിവസം തങ്ങളുപ്പാനെ കാണാൻ വേണ്ടി അവിടെ വരും. തങ്ങളുപ്പാന്റെ കൂടെ ഖാദിമായി വന്നതല്ലാതെ സ്റ്റേജിൽ പോലും കയറിയിരുന്നിട്ടില്ല ഷഹീർ തങ്ങളാകുന്ന മകൻ. അപ്പൊ വഫാത്തിന് ശേഷം ആദ്യത്തെ മജ്ലിസ് 40ന്റെ പരിപാടിയുമൊക്കെയായി ചേർത്ത് വെച്ചപ്പോ ഞാൻ ചിന്തിച്ചു, എന്താണിപ്പോ ഈ മജ്ലിസിന് നേതൃത്വം നൽകാൻ തങ്ങളുപ്പായുടെ അസാന്നിധ്യം ഒരു വിഷമമാകുമോ? സുഹൈൽ സഖാഫ് തങ്ങളെന്ന മരുമകനെ കൂടി വിളിച്ചു. അങ്ങനെ ഷഹീർ തങ്ങളുപ്പയും സുഹൈൽ സഖാഫ് തങ്ങളുപ്പയും ഒരുമിച്ച് വന്നു. സുഹൈൽ തങ്ങള് ഉപ്പാനെ കുറിച്ചുള്ള നിരവധി ജീവിത ചിട്ടകളും അവിടുത്തെ അത്ഭുതകരമായ നിയ്യത്തിന്റെ വലിപ്പവും, അതുപോലെ അവിടുന്ന് തമാശ പറയാതെ വളരെ സീരിയസ് ആയി ദീനിയായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഉപദേശിക്കുന്നതും, എന്നാൽ അടുത്താൽ വല്ലാത്ത സ്നേഹം, ആ മുഖത്ത് സ്ഫുരിക്കുന്ന ഗാംഭീര്യത കൊണ്ട് പേടിച്ചാണ് ആളുകൾ അടുത്തു ചെല്ലുന്നതെങ്കിലും അടുത്തിടപഴകിയ ഒരു നിമിഷം പരിചയപ്പെട്ടയാൾ ആയുസ്സിൽ ഒരിക്കലും ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ മറക്കില്ല. അതാണ് അവിടുത്തെ വലിയൊരു ഖുസൂസിയത്ത്. അങ്ങനെയുള്ള മഹാനായ തങ്ങളവറുകളെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം സ്വലാത്തിന്റെ മജ്ലിസിൽ സ്വലാത്ത് കഴിഞ്ഞ് തങ്ങൾ ഉസ്താദിന്റെ മകൻ കൂടിയായ ഷഹീർ തങ്ങൾ ദുആയിരക്കുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ മജ്ലിസിൽ വന്നിരുന്ന് ദുആയിരക്കുന്ന അതേ പ്രതീതിയിൽ
ആദ്യത്തെ മജ്ലിസിൽ തന്നെ സയ്യിദ് ഷഹീർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ നടന്നു. അതോടെ തീരുമാനിച്ചു, ഇനി തങ്ങൾ തന്നെയാണ് സ്ഥാപനത്തിനും മജ്ലിസുകൾക്കുമെല്ലാം നേതൃത്വം നൽകേണ്ടത്. അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു പൊരുത്തമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയും തങ്ങളുടെ ഉപ്പ തങ്ങളെ കൊണ്ടു നടന്നതുപോലെ 3 വയസ്സുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ദർസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ ഉമ്മ ചോദിക്കും, അങ്ങനെ കൊണ്ടുപോയാൽ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റൂലല്ലോ. അതൊരു ദിവസം അയലത്തെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കളിക്കുന്നത് കുട്ടികൾ ഒരുമിച്ച് കൂടി കളിക്കുന്നു. ഇത് കണ്ടതിന്റെ പിറ്റേ ദിവസം മുതലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആഴ്ചയിലോ 2 ആഴ്ചയിലോ വീട്ടിൽ വരുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മകനെ ഉമ്മ കാണാൻ കിട്ടുക. എന്താണ് അങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞ മറുപടി, ഈ കുട്ടി എന്റെ മകൻ അടുത്ത വീട്ടിൽ നിന്ന് കളിക്കുമ്പോ അവര് തങ്ങളുപ്പാന്റെ മോനല്ലേ എന്ന നിലക്ക് അവരുടെ വീട്ടിലുള്ള ഭക്ഷണം എന്തെങ്കിലും എടുത്തു കൊടുക്കും. വളരെ സൂക്ഷിച്ച് ഹലാലായ ഭക്ഷണം തന്നെ മകന്റെ പള്ളയിൽ കിടക്കണമെന്ന് ചിന്തിച്ച എന്റെ അത്രയും സൂക്ഷ്മത ഒരു പക്ഷേ ആ പാവപ്പെട്ട വീട്ടുകാർക്ക് വന്നില്ലെങ്കിൽ എന്റെ മകൻ ഞാൻ ചിന്തിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഉയരുകയില്ല. ഇത് ചിന്തിച്ച് ഞാൻ കൊണ്ടുപോവുകയാണ്, എന്നോട് പൊരുത്തപ്പെടണമെന്ന് ഉമ്മാനോട് പറഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളാകുന്ന മകനെ ഉപ്പ കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം തങ്ങളുപ്പാന്റെ സ്മരണികയിൽ നമുക്ക് വായിക്കാം. ഏതാണ്ട് അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായം മുതൽ തങ്ങൾക്കുള്ള ഏക മകൻ ഷഹീർ തങ്ങളെ നന്നായി തർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയും അവിടുത്തെ വഫാത്തിന് മുന്ന് തന്നെ ഇജാസത്തുകളും അവിടുന്ന് പ്രത്യേകം പരിപാലിപ്പിക്കേണ്ടുന്ന ശിക്ഷണ മുറകളും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടാണ് യാത്രയായത് എന്നതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞത്. ഇന്ന് മദ്ഹറിൽ വരുന്ന 100 കണക്കിന് ആളുകൾ മദ്ഹറിൽ ഉപ്പാനെ സിയാറത്ത് ചെയ്തിട്ടാണ് ഷഹീർ തങ്ങൾ ഉപ്പാന്റെ അടുത്ത് വരുന്നത്. അത് അദബാണ്. പക്ഷേ ഖാദിസിയിൽ വരുമ്പോൾ അവിടെയും 100 കണക്കിന് ആളുകൾ, ഇവിടെയും ഇവിടുത്തെ സംഘാടകർ ഇന്ന് പകല് ഒന്ന് എത്തിപ്പെടുമോ എന്ന് ആലോചിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് കന്യാനയിൽ ഏൽപ്പിച്ച പരിപാടിയിൽ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ടൈം ആയപ്പോഴാണ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം വാപ്പാന്റെ ഒരു പ്രത്യേക ബറക്കത്തോടെ ആളുകൾ സമീപിക്കുകയും അവർക്ക് ഇജാസത്തോടെ അവിടത്തേക്ക് പകർന്നു കിട്ടിയ ദിക്റുകൾ, സ്വലാത്തുകൾ ആത്മാർത്ഥമായി സമയമെടുത്ത് മന്ത്രിച്ചു കൊടുക്കുകയും അതല്ലാത്ത വേറൊന്നും ചെയ്യുന്നില്ല. വളരെ അത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ശിഫാഉം റാഹത്തും നൽകുകയും ചെയ്യുന്നു. ഖാദിസിയയിലെ ഈ കഴിഞ്ഞ സ്വലാത്ത് ഈ 4-ാം തീയതിയായിരുന്നു. 4-ാം തീയതിയിലെ സ്വലാത്തിന് ഞാനും സ്ഥാപനത്തിലുണ്ടായിരുന്നു. അന്നൊരു ഉമ്മ എഴുതിക്കൊണ്ടുവന്ന ലെറ്റർ എന്റെ കയ്യിൽ കൊണ്ടു തന്നു. തങ്ങൾ ഉസ്താദിനെന്നും പറഞ്ഞാണ് എഴുതിയത്. 25 തവണ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ ഇഞ്ചക്ഷൻ ചെയ്ത കണ്ണിൽ ഒരു തെളിച്ചം പോലും വന്നില്ല. മഹാനായ ഷഹീർ തങ്ങളുടെ അടുക്കൽ വന്ന് ആ സങ്കടം പറഞ്ഞ് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. ആ വെള്ളവും മന്ത്രിച്ച പനിനീരിന്റെ അല്പത്തുള്ളിയും ആ കണ്ണിൽ ഇറ്റിച്ചപ്പോൾ അത്ഭുതകരമായി കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി എന്ന് ആ ഉമ്മ എഴുതിയ കത്ത് മൈക്രോഫോണിലൂടെ
ഈ കഴിഞ്ഞ 4-ാം തീയതി, ഇന്നത്ര തീയതി 10-ാം തീയതിയാണ്, 5 ദിവസം മുമ്പ് കൊല്ലത്ത് ഖാദിസിയയുടെ ക്യാമ്പസിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു മന്നാനി ഉസ്താദ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സഖാഫി ഉള്ളതുകൊണ്ട് അദ്ദേഹം മുഖേന ഖാദിസിയയിലും തങ്ങളുമായും ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ട് വന്നപ്പോൾ അവരുടെ വിഷയം എന്താണ്? അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ സ്ഥലങ്ങൾ മുഴുവൻ പുറത്തേക്കെടുത്ത് അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ് ബാഗ് പുറത്ത് തൂക്കിയിടണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ഒന്ന് ആമീൻ ഉറക്കെ പറഞ്ഞാൽ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ ഉറക്കെ പറഞ്ഞില്ല, സ്വലാത്ത് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിചാരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ തിരിയാത്തവരാണെന്ന്. എനിക്കാണെങ്കിൽ ഉറുദു തോടാ മാലൂമേ. അപ്പോ അങ്ങനെ ആ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്ത് ഈ ചെറുപ്പക്കാരനായ ആ മുസ്ലിയാർ വന്ന് ഷഹീർ തങ്ങളോട് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞു, ആശുപത്രിയിലെ ചികിത്സ നിർത്തിവെക്കാൻ ഞാൻ പറയുന്നില്ല. RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ലോകത്തെ 3-ാം നമ്പർ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് പറഞ്ഞ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. പക്ഷേ നിങ്ങളിപ്പോ ഈ മലവിസർജനം നടത്തുന്ന സ്ഥലങ്ങൾ അടക്കം എടുത്തു കളഞ്ഞിട്ട് പുറത്തേക്ക് ബാഗ് ഇടുന്ന രീതിയാണല്ലോ പറയുന്നത്. അതിന് ഒരാഴ്ച എനിക്കൊന്ന് സമയം തന്നിരുന്നെങ്കിൽ എന്ന് ഡോക്ടറോട് പറയാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ അടുത്ത് പോയി. തങ്ങൾ പറഞ്ഞതനുസരിച്ച് അപ്പോൾ മന്ത്രിച്ചു കൊടുത്ത വെള്ളം കുടിച്ചപ്പോ തന്നെ വേദന മാറിക്കിട്ടിയതിനാൽ ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഒരാഴ്ച പ്ലീസ് ഞങ്ങൾക്കൊരു സമയം തരുമോ? അയാൾ കുറച്ചൊന്ന് ചൂടായി. നിങ്ങൾക്കിപ്പോൾ സമയം കണ്ടെത്തി സർജറി വെച്ചപ്പോ ഈ മാതിരി വർത്തമാനമാണോ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ചെയ്താൽ മതി, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കാലം തങ്ങൾ കൊടുത്ത വെള്ളം മന്ത്രിച്ചു കൊടുത്തത് കുടിച്ചു. തങ്ങൾ കാസർഗോട്ടേക്ക് പോയി, ഇദ്ദേഹം തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ വെച്ച് കുടിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞ് 10 ദിവസമായപ്പോൾ ഡേറ്റ് കൊടുത്തു. ഇദ്ദേഹം വീണ്ടും സർജറിക്ക് വേണ്ടി ചെല്ലുകയാണ്. അവിടുത്തെ സർജറി ചെയ്യുന്ന ടേബിളിൽ, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ഇദ്ദേഹത്തെ കിടത്തി. ഓപ്പറേഷൻ നിർവഹിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പ് മെയിൻ ഡോക്ടർ വന്ന് ഒരിക്കൽ കൂടി അപ്പോൾ ചെയ്ത സ്കാനും മറ്റുമെടുത്ത് പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഓപ്പറേഷൻ വേണമെങ്കിൽ കുറച്ചും കൂടി ലേറ്റാക്കാമെന്ന് തോന്നുന്നു ഇന്ന് കണ്ടപ്പോ, അതുകൊണ്ട് ഇപ്പോൾ സർജറി വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ പണ്ഡിതൻ, അതും സമസ്തയിലല്ല ദക്ഷിണയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആള് തന്നെ. അദ്ദേഹം പിന്നീട് നല്ല സുഖമായി മദ്ഹറിന്റെ സ്വലാത്ത് മജ്ലിസിൽ മൈക്രോഫോണിലൂടെ തന്റെ അനുഭവം വിവരിച്ച് 2 വർഷക്കാലം സുഖകരമായി വേദനയില്ലാതെ ഇത്തരമൊരു പ്രശ്നവുമില്ലാതെ ജീവിച്ച് മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി കുടുംബത്തോടൊപ്പം സ്നേഹത്തോടെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നും ആ കുടുംബത്തെ നിങ്ങൾ സമീപിച്ചാൽ അവരുടെ മുന്നിൽ നിന്ന് ഈ സംഭവം കേൾക്കുമ്പോ നമ്മുടെ അടിമുടി വികാര നിർഭരമാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പിതാവിന്റെയും മകന്റെയും അത്തരമൊരു ആത്മീയ സദസ്സിന്റെ ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട്. ആ കുട്ടികൾ മലയാളികളാണോ അതെ ഇവിടുത്തുകാരാണോ?
അവരോടൊന്ന് കസേര ഒന്ന് അകന്നിരിക്കാൻ പറഞ്ഞാല് അവര് കുറച്ചൊന്ന് അകന്നൊക്കെ ഇരുന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒച്ചപ്പാടങ്ങ് മാറും. അപ്പൊ അങ്ങനെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നബിതങ്ങളിലേക്ക് ചേർക്കപ്പെട്ട നിലക്ക് ആത്മാർത്ഥമായി ചിന്തിച്ച് ഇഅ്തിമാദ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം, അതാണ് ഈ ഉപ്പയെയും മകനെയും ഇത്തരം മജ്ലിസുകളിൽ ആത്മാർത്ഥമായി നേതൃത്വം കൊടുക്കാനുള്ള ഊർജം നൽകിയത്. സലീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം RCCയിൽ നിന്ന് 13 ദിവസമേ ഇനി ജീവിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു. കാസർഗോഡ് വന്ന് തങ്ങളുപ്പാനെ അന്ന് കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, അപ്പൊ വീട്ടിൽ വന്ന് ഇപ്പോഴെങ്കിലും കുറച്ച് കൂടുതൽ നിസ്കരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് അന്ന് നല്ല പോലെ മരിക്കാൻ കഴിയട്ടെ എന്ന് എന്തായാലും സലീം വിചാരിക്കുമല്ലോ. ചെറുപ്പക്കാരനാണ്. പക്ഷെ അവ്വല് വക്കത്തിന് നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ കാര്യം? എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുക, മോനെ 13 ദിവസമേ ഇനി ജീവിക്കൂല്ലേ മോനെ. ചില അന്യ സ്ത്രീകളും വന്ന് കെട്ടിപ്പിടിക്കുക. അവര് വേറെ ഒരു ഉദ്ദേശമല്ലല്ലോ, മരിക്കാൻ പോകുന്ന ഒരാളോടുള്ള സഹതാപമാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സങ്കടപ്പെട്ടു, എനിക്ക് അവ്വല് വക്കത്ത് നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ സയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ അടുക്കലെത്തി. തങ്ങൾ പറഞ്ഞു, എല്ലാ മെഡിക്കൽ സയൻസും ഫെയിലുവറായപ്പോ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്കാണ് നമ്മുടെ ഇനിയുള്ള കേന്ദ്രം, അവിടുന്നാണ് നമ്മുടെ അഭയം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കൊരു ശ്രമം നടത്താം. വീട്ടിൽ എന്ത് പറയാൻ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇയാൾ പോയാൽ വേറെ ആരെയും വിവരം അറിയിക്കരുത്. ഒരു നിസ്കാര പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു, സ്രാമ്പിയ എന്ന് പറയും. അങ്ങനെ അവിടെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. ഇയാള് ചൊല്ലി ഇബാദത്തുകൾ എടുത്തു, നല്ല റാഹത്തായി. ചുരുക്കി പറഞ്ഞാൽ 13 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 6 മാസമായി. കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അവസാനം ഹൗദിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു ഈ ചെറുപ്പക്കാരൻ. എന്നിട്ട് വീട്ടിൽ പോയി കുറച്ച് പൈസ എടുത്തു വരാം എന്ന നിലക്ക് ചോദിക്കാൻ തങ്ങളുപ്പാന്റെ അടുത്ത് വന്നു. തങ്ങൾ പറഞ്ഞു, നാട്ടിൽ പോകാൻ വരട്ടെ, ആദ്യം വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പറയുന്ന ഡോക്ടറെ അടുത്ത് സമീപിച്ച് പാത്തോളജി ടെസ്റ്റ് ചെയ്തിട്ട് വാ. അവിടേക്ക് പറഞ്ഞയച്ച് ടെസ്റ്റിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ഇദ്ദേഹത്തിന് ക്യാൻസറിന്റെ അംശം പോലും ബാക്കിയില്ല. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ചെയ്ത വലിയ ഫളിലാണ്. അഹ്ലുബൈത്തിന്റെ മക്കളെ കൊണ്ട് എല്ലാ കാലത്തും സമുദായത്തിന് കിട്ടുന്ന നേട്ടത്തിന്റെ ഭാഗമാണത്. അങ്ങനെ തിരിച്ചിവിടെ വന്ന ശേഷം അദ്ദേഹം പിന്നെ 10 വർഷം ജീവിച്ചത് തങ്ങളുപ്പാക്കറിയാം. ആരായാലും ഉപകാരം കിട്ടി നല്ല റാഹത്തുള്ള സമയം കുറച്ചു നേരമൊക്കെ ഈ ഉസ്താദുമാരെയും തങ്ങന്മാരെയൊക്കെ ഓർമ്മ വരും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനെ തങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സലീം പതുക്കെ പതുക്കെ അങ്ങ് മറന്നു കാണും. നല്ല സുഖമായപ്പോ നമ്മളും അങ്ങനെയാണല്ലോ. ഗുളിക ഡോക്ടർ തന്നാൽ ആദ്യത്തെ 2-3 കൃത്യമായി കഴിച്ച് പെയിൻ മാറിയാൽ പിന്നെ ബാക്കി കഴിക്കൂല എന്നതുപോലെ 10 വർഷം വരെ സഖാഫി അയാൾ ജീവിച്ചു എന്നത് എനിക്കറിയാം. അതിനുശേഷമുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ തന്നെ ഒരു സുഹൃത്ത് ബദറുദ്ദീൻ എന്ന് പറയും, ഗൾഫിൽ നിന്ന് വളരെ പെട്ടെന്ന് സർജറിക്ക് വേണ്ടി നാട്ടിലേക്ക് വിട്ടു. RCCയിൽ കൊണ്ടുപോയി സർജറി നടത്തി. മൂക്കിൽ ട്യൂബിട്ട് മൂത്രത്തിന് ട്യൂബിട്ട് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കണം. ഇത് അദ്ദേഹം പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. എന്നോട് പറയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം കേട്ടോണ്ടിരിക്കുക, പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ തങ്ങളുപ്പാനെ വിളിച്ചു. തങ്ങളുപ്പ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ കാറിൽ കയറി. മൊയിലാരെ എന്നാ വിളിക്കുക, എല്ലാ മുസ്ലിയാക്കന്മാരെയും അങ്ങനെയാ വിളിക്കുക. അപ്പോ
ഞാൻ കയറി ബാംഗ്ലൂരേക്ക് പോകാൻ കയറിയതാ. നിങ്ങൾ പറയുന്ന അത്യാവശ്യമാണെങ്കിൽ ഞാൻ അടുത്ത ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുമെങ്കിൽ കയറി ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ എന്നെ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ വിടണം. ഞാൻ കാറ് കാലിയായിട്ട് ബാംഗ്ലൂരിലേക്ക് വിടാം. എനിക്ക് നാളെ ബാംഗ്ലൂരിൽ പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു തങ്ങളുപ്പ എന്തിൽ വേണമെങ്കിലും വിടാം എന്ന് പറഞ്ഞ് തങ്ങളുപ്പാനോട് പറഞ്ഞപ്പോ തൊട്ടടുത്ത പരശുറാം എക്സ്പ്രസ് എന്ന് പറയുന്ന ഡേ എക്സ്പ്രസിനകത്ത് കയറി വന്നു. സുഹൈൽ തങ്ങൾ എന്ന് പറയുന്ന മരുമകനും കൂടെയുണ്ട്. രണ്ടുപേരും കൂടി വന്ന വഴി നോമ്പ് തുറക്കാൻ സമയമായി. മുഹറം 10-നാണ്. നോമ്പ് തുറക്കാൻ സമയമായോണ്ട് എൻ്റെ വീട്ടിലിറങ്ങി. അന്ന് വീട് വെച്ചിട്ടില്ലാത്ത എന്നോട് കുറച്ചൊരു ചൂടായി. ചെറിയൊരു വീടുള്ള സ്ഥലം വാങ്ങിയതേ ഉള്ളായിരുന്നു. വീട് വെക്കണം മൊയിലാരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തങ്ങളിപ്പോ ദ്വാരന്നാ മതി. അത് പറ്റൂല, ഞാൻ ദ്വാരക്കാം. ഈ റബിയുൽ അവ്വൽ 1-ന് കുറ്റിയടിക്കണം. ഞാൻ പറഞ്ഞു അടുത്ത വർഷം റബിയുൽ അവ്വൽ ആക്കാം. കാരണം മുഹറം ആയതേ ഉള്ളൂ. മുഹറമായി, ഇനി സഫർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വീടിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത എനിക്ക് ഞാൻ എങ്ങനെ വീട് തുടങ്ങും? അങ്ങനെ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റൂല, ഞാൻ അതിലേക്കൊരു 10,000 രൂപ തുടക്കം തരും. വീട് കുറ്റിയടി ഈ റബിയുൽ അവ്വൽ നടത്തിക്കോ. ഞാൻ കുടുങ്ങി. ഏതായിരുന്നാലും അത് കഴിഞ്ഞ് വന്ന ലക്ഷ്യം മറ്റേ ആളിന് മന്ത്രിക്കലാണല്ലോ. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നല്ലൊരു ഹോട്ടലിൽ താമസിപ്പിച്ചു. രാവിലെ എയർപോർട്ടിലേക്ക് ബാംഗ്ലൂരിൽ പോകാനായി വരുമ്പോ ഈ ബദറുദ്ദീൻ ഹാജിക്ക് ഒരു അരമണിക്കൂർ ഇരുന്ന് മന്ത്രിച്ചു കൊടുത്തു. വെള്ളത്തിലും ഊതി മന്ത്രിച്ച കൂട്ടത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം RCC ഹോസ്പിറ്റലിലെ ഏതാണ്ട് 100 ചില്ലാനും വരുന്ന ഡോക്ടേഴ്സും അതിന്റെ പ്രൊഫസർമാരടക്കം ഇരുന്ന ഒരു മീറ്റിംഗിൽ വെച്ച് പിന്നീട് നടന്ന ചർച്ച, ഇദ്ദേഹം വളരെ സീരിയസ് ആയി വന്ന് ആദ്യത്തെ ഓപ്പറേഷനിൽ മുഖത്തിന്റെ അകഭാഗത്ത് മോണയും പല്ലുമൊക്കെ എടുത്ത ഈ മനുഷ്യൻ പാത്തോളജി ടെസ്റ്റിലൂടെ റേഡിയേഷനും കീമോതെറാപ്പിയും ഒരുമിച്ച് വേണോ അല്ല റേഡിയേഷൻ മാത്രം മതിയോ എന്നതിനു വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോ ഇദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നതായിട്ട് പോലും തെളിയുന്നില്ല. രണ്ടാമതും ടെസ്റ്റ് ചെയ്തു. ഇത് ഇവരുടെ മീറ്റിംഗിൽ എന്നെയും ബദറുദ്ദീൻ സാഹിബിനെ ഇരുത്തിക്കൊണ്ട് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുകയാണ്. 1.5 മണിക്കൂറോളം ചർച്ച കഴിഞ്ഞപ്പോ ഒരു ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ സ്പിരിച്വാലിറ്റി നോക്കി, ആത്മീയത നോക്കി ആരെയും തിരിച്ചു പറഞ്ഞു വിടാൻ പാടില്ല. നമ്മുടെ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് മിനിമം 21 ഡേയ്സ് റേഡിയേഷൻ കൊടുക്കുക, ആ രോഗിയെ വിടുക. പണ്ടൊരു രോഗി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ അയാള് വീണ്ടും അസുഖമായി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി അത് പാസ്സാക്കി കൈയടിച്ച് പിരിഞ്ഞു. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കേട്ടോണ്ടിരിക്കുകയാണ്, സാക്ഷികളാണ്. അപ്പൊ ഈ ബദറുദ്ദീൻ സാഹിബ് 32 കൊല്ലം സൗദി അറേബ്യയിൽ നിന്ന കച്ചവടക്കാരനാണ്. അയാൾക്ക് ഇംഗ്ലീഷും ഉറുദുവും എല്ലാ ഭാഷയും നല്ല ഫ്ലുവന്റ് ആണ്. എനിക്കും ഒരു പൊട്ടൻ ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പൊ ഇവര് പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അതിനുശേഷം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു 21 ദിവസം മിനിമം റേഡിയേഷൻ നടത്തണം. അപ്പൊ ബദറുദ്ദീൻ സാഹിബ് പറഞ്ഞു, സാറേ 1.5 മണിക്കൂറിൽ ഭൂരിപക്ഷ ടൈമും റേഡിയേഷൻ ആവശ്യമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമില്ല എന്നല്ലേ അവിടെ പറഞ്ഞത്, പിന്നെ എന്തിനാ സാർ ഈ റേഡിയേഷൻ? അപ്പൊ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റൂല, അവസാനത്തെ തീരുമാനം റേഡിയേഷൻ ചെയ്യണമെന്നാണ്. മാത്രമല്ല നിങ്ങൾ ഗൾഫുകാരനാണ്, നാട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് വേദന വരുമ്പോൾ ഓടി വരാം. ഇല്ല സാറേ ഞാൻ ഇനി ഗൾഫിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ആകെ കുടുങ്ങി. ആ ഡോക്ടർ വീണ്ടും പറഞ്ഞു അങ്ങനെ പറയരുത്, എന്തായാലും ഇത് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ സലൈവറി ഗ്ലാൻസ് ഉണങ്ങിപ്പോകുമെന്ന് റേഡിയേഷൻ ചെയ്താൽ, ഉമിനീർ ഗ്രന്ഥികൾ, അയ്യോ അതും നിങ്ങൾക്ക് പിടികിട്ടിയോ എന്ന് ചോദിച്ചു. അത് ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഉണങ്ങിപ്പോകുമെങ്കിൽ എന്തിനാ സാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അമേരിക്കയിൽ നിന്നുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അത് കുത്തി നിറച്ച് നിർത്തിയിട്ട് റേഡിയേഷൻ ചെയ്താൽ ഈ സലൈവറി ഗ്ലാൻസ് ഉണങ്ങൂല. പക്ഷേ ഒരു ഡോസിന് ഒരു ദിവസത്തേക്ക് 21,000 രൂപയാണ് ആ മരുന്നിന്റെ വില. 4,20,000 രൂപ 21 ദിവസത്തേക്ക് 21,000 രൂപ വേണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ രോഗി പറഞ്ഞു അത് ഞാൻ തരാൻ തയ്യാറാണ്.
അങ്ങനെ ആ മരുന്ന് കുത്തിവെച്ച് റേഡിയേഷൻ ചെയ്യാമെന്ന് സമ്മതിപ്പിച്ച് ഇപ്പുറത്ത് വന്നപ്പോ മാസ്ക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്റെ ക്ലാസ്മേറ്റായി പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു ശാന്തൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേറെ എങ്ങും സ്പ്രെഡ് ചെയ്യാത്ത നല്ല മസ്ബൂത്തായ മാസ്ക് വേണം. അവൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് സ്പെഷ്യലായി റേറ്റും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഖാദിസിയയിലേക്ക് വന്നു. തൊട്ടടുത്ത ആഴ്ച ഖാദിസിയ സമ്മേളനത്തിന് മഹാനായ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളും താജുൽ ഉലമയും ഒക്കെ വന്നപ്പോ ഇദ്ദേഹം ആശുപത്രിയിൽ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അവർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. താജുൽ ഉലമ അന്നേരം പറഞ്ഞത് ഒരു റേഡിയേഷനും കൂഡിയേഷനും വേണ്ട എന്ന് പറഞ്ഞു. സയ്യിദ് ജമലുല്ലൈലി തങ്ങള് അല്പ തുപ്പുനീര് ആ വായിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു. ഇങ്ങനെ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി നബി തങ്ങളെയല്ലേ നമ്മൾ വസീലയായി പിടിച്ചത്, ഒരു വിഷമവും വരൂല ബദറെ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ റേഡിയേഷനും ചെയ്തില്ല, കീമോതെറാപ്പിക്കും പോയില്ല. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 16 വർഷം കഴിഞ്ഞു. ഇന്ന് ഗൾഫിലും നാട്ടിലും പോയിക്കൊണ്ട് ഈ ബദറുദ്ദീൻ ഹാജി, അദ്ദേഹത്തിന്റെ മകളെയാണ് എന്റെ മകൻ വിവാഹം കഴിച്ചത്. പിന്നെ അതൊക്കെ പിന്നീടായിരുന്നു. ഏതായിരുന്നാലും അങ്ങനെ ഇന്നും റാഹത്തായി ജീവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾക്ക് സബബായി വന്ന വലിയ മഹാൻ അവസാനം റൗദാ ശരീഫിൽ ഇരുന്നുകൊണ്ട് ഈ മകനെയും മകന്റെ ഉമ്മയാകുന്ന ഭാര്യയും മകന്റെ ഭാര്യയും ഇരുത്തിക്കൊണ്ട് ദ്വാരക്കുന്നു, പടച്ചവനെ ഞാൻ ഇവിടെ വച്ച് വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് റിയാദ വീട്ടി 1,00,000 തവണ ഓതി റിയാദ വീടിയ ശേഷം ഹറമിൽ വെച്ച് മദീന മുനവ്വറയിൽ റൗദാ ശരീഫിൽ വെച്ച് എന്ത് ചോദിച്ചാലും അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നോദിയ ശേഷം എനിക്ക് നീ തരുന്നവനാണ്. എനിക്കിപ്പോഴുള്ള ചിന്ത, റബ്ബേ ശാരീരികമായി നല്ല സുഖമില്ല, നിന്നിലേക്കുള്ള വുസൂലിനുള്ള അവസരം, ദുനിയാവിൽ ഭാര്യ മക്കള് മറ്റ് ചിന്താഗതികൾ വിട്ട് നിന്നിലേക്കുള്ള വുസൂലിന്റെ ഖൽബ് തരണമല്ലാ എന്ന് ദ്വാരക്കുകയാണ്. റമദാനിലാണ്. ഈ മകനും മകന്റെ ഉമ്മയാകുന്ന തങ്ങളുടെ ഭാര്യയും മകന്റെ ഭാര്യയും എല്ലാം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉപ്പ എന്താണ് ഈ സംസാരിക്കുന്നത്, ദ്വാരക്കുന്നത്? അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞെന്നൊന്നുമല്ല, പക്ഷെ എന്റെ ആഖിറത്തിന്റെ കാര്യം ഞാൻ നോക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു ദ്വാരുന്നേ ഉള്ളൂ എന്ന് സമാധാനിപ്പിച്ചു. അവർക്ക് അവിടെ നിൽക്കണം, 27 രാവെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തി. മദ്ഹറിലും ഖാദിസിയയിലും നടക്കുന്ന സലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. മഹാനവറുകൾ അവിടുന്ന് വന്ന് ഖാദിസിയയിലെത്തി മദ്ഹറിലെത്തിയപ്പോൾ ആ സലാത്തിന്റെ മജ്ലിസിൽ വെച്ചാണ് തങ്ങളുപ്പ ദ്വാരക്കാൻ നേരം ശാരീരികമായ ഒരു ക്ഷീണം വന്ന് മരുമകനോട് ദ്വാരക്കാൻ പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് പറയുന്നുണ്ട്, ഞാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ്, നിങ്ങൾ ദീർഘായുസ്സിനല്ല ദ്വാരക്കേണ്ടത്, എന്റെ മരണം നല്ല രീതിയിലാകാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യുവാക്കളോട് കരുത്തുറ്റ ഉപദേശം നൽകി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, 1 മിനിറ്റ് മഹാനായ തങ്ങളവറുകളെ പരിചയപ്പെട്ട ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് യാത്രയായ മഹാനവറുകൾ സ്ഥാപിച്ച് ഉപജീവനോപാധിയുടെ തിരക്കേറിയ ഈ ദാദറിൽ ഏത് തിരക്കുള്ള ജീവിതത്തിനിടയിലും ഇവിടുത്തെ മലയാളികളായ മറ്റുള്ള ശാഫിഈ ഹനഫി മദ്ഹബുകളിലൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുമിച്ചുകൂടി ആ സലാത്തിന്റെ മജ്ലിസ് ഇന്ന് വരെയും നിലനിർത്തുന്നുവെങ്കിൽ നമ്മുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തി പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണം ഒരുപാട് ഉപദേശങ്ങളെക്കാൾ ഫലം ചെയ്യുമെന്ന് കരുതിയാണ് ആ വഴിയിൽ ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഷഹീർ തങ്ങൾ നമ്മുടെ കൊല്ലത്ത് വന്നാലും മദ്ഹറിലെത്തിയാലും ബോംബെയിലെത്തിയാലും
നൂറുകണക്കിന് ആളുകൾ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കൊടുക്കാതെ സമീപിക്കുകയും സമീപിക്കുന്നവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷമുള്ളത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. എന്തായാലും കാലിക പ്രസക്തിയുള്ള, ആനുകാലികമായി വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ദുനിയാവിൽ ഫലസ്തീനിന്റെ മക്കളുടെ, ഇന്ത്യ രാജ്യത്തെ വിവിധ സംരംഭങ്ങളുടെ ഇന്നും ഇന്നലെയുമൊക്കെ കണ്ട ഒച്ചപ്പാടുകൾ എല്ലാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സമുദായത്തെ പ്രകോപിപ്പിക്കാനും ഈ സമുദായത്തെ ഇളക്കിവിടാനും എല്ലാ ശ്രമങ്ങളും പല ഭാഗങ്ങളിലും നടക്കുമ്പോ നല്ല തത്വദീക്ഷയോടെ സമാധാനത്തോടെ എല്ലാവർക്കും നന്മകൾ മാത്രം വിതറി സ്വന്തം ബന്ധുക്കളുള്ള തായിഫിലേക്ക് ചെല്ലുമ്പോ, എന്റെ ബന്ധുക്കളായതുകൊണ്ട് എന്നെ ആക്രമിക്കില്ലെന്ന് കരുതി റസൂലുള്ളാഹി തങ്ങൾ ചെല്ലുമ്പോ സ്വന്തം കുടുംബക്കാർക്ക് കല്ലെടുത്തെറിയാൻ പറ്റില്ല. കാരണം ഖുറൈശി കുടുംബത്തിലാണ്, ഹാഷിം വംശത്തിലാണ്. നമ്പർ 1 ഫാമിലി, നമ്പർ 1 ട്രൈബ്. അതുകൊണ്ട് എറിയാൻ പറ്റൂല. അതിനു പകരം അങ്ങാടി പിള്ളരെ കൊണ്ട് കല്ല് വലിച്ചെറിയിച്ചു തായിഫിൽ. അവിടുത്തെ പുന്നാര പാദം പൊട്ടി രക്തമൊലിച്ചു. മലായിക്കത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ മക്കയുടെയും തായിഫിന്റെയും ഇടയിൽ നിൽക്കുന്ന മലയും തായിഫിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മലയും ചേർത്ത് ഈ വിവരം കെട്ട ജനതയെ അസ്തമിപ്പിക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട വേണ്ട, ഇന്നഹും ലാ യഅലമൂൻ, അവര് വിവരമില്ലാത്തവരാണ്. പിൻഗാമികൾ ഈ പരിശുദ്ധ സത്യത്തിലേക്ക് വരാം, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നശിപ്പിക്കേണ്ടതില്ല. വളരെ സമാധാനത്തോടെ ഈ ദീനിന്റെ പുരോഗതിയും നാളത്തെ തിരിച്ചുവരവും മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ലോകത്ത് അഹങ്കാരം കാണിച്ച ധാരാളം ചരിത്രത്തിൽ എടുത്തു പറയുന്ന കുപ്രസിദ്ധി ആർജിച്ച ആളുകളുണ്ട് കേട്ടോ. ഒരാൺകുട്ടി തന്റെ റൂളിങ്ങിനെതിരാകും, തന്റെ ഭരണകൂടത്തെ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചപ്പോ ഫറോവ ചക്രവർത്തി സർവ്വ ആൺകുട്ടികളെയും യമപുരിക്കയക്കാൻ, കൊന്നുകളയാൻ തീരുമാനിച്ച സംഭവമില്ലേ? അതുപോലെ ഹിറ്റ്ലറും മുസോളിനിയും അടക്കം ആധുനിക ലോകത്തെ ചരിത്രത്തിൽ പഠിക്കുന്ന എത്ര കിങ്കരന്മാരുണ്ട്. അവരൊക്കെ കൂട്ടക്കുരുതി നടത്തി ഈ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചവരാണെങ്കിൽ, ആ അഹങ്കാരത്തിന് നിലനിൽപ്പില്ലാതെ ഫീനിക്സ് പക്ഷികൾ ചാരക്കൂനകളിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ ആ തിരിച്ചടി ഏറ്റുവാങ്ങിയ സമൂഹം ഉയർത്തെഴുന്നേറ്റ് വരുന്ന സംഭവ വികാസങ്ങൾ ചരിത്രത്തിന്റെ സാധാരണ സംഭവങ്ങളാണ്. അതുകൊണ്ട് അഹങ്കാരം എല്ലാ കാലവും നിൽക്കില്ല. പലസ്തീനിന്റെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന സമൂഹം, പാവപ്പെട്ട പിഞ്ചോമന കുഞ്ഞുങ്ങളെ ആ സ്ലാബിനടിയിൽ നിന്ന് മൃതശരീരമോ അല്ലെങ്കിൽ മൃതപ്രായമെത്തി പിടയുന്ന കുഞ്ഞിനെയോ ഒന്ന് എടുത്തു മാറ്റാൻ, ആ സ്ലാബ് ഒന്ന് ഉയർത്താൻ, ഒരു JCB കൊണ്ട് അതൊന്ന് ഉയരാൻ JCBക്ക് പെട്രോൾ അടിക്കാൻ സമ്മതിക്കാത്ത, ലോകത്തിന്ന് വരെ കേട്ടിട്ടില്ലാത്ത ക്രൂരത. കുടിവെള്ളമില്ല, കറണ്ടില്ല, അന്താരാഷ്ട്ര നീതികളുടെ മുഴുവൻ ലംഘനം, പോരാട്ടം നടക്കുന്ന, യുദ്ധം നടക്കുന്ന ഭൂമികയിൽ കാണിക്കേണ്ടുന്ന അവസാനത്തെ കരുണ പോലും കാണിക്കാത്ത അതിക്രൂരമായ നരനായാട്ട് ആ നടത്തിയിട്ടും പിഞ്ചോമന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ആ ചുണ്ടുകളിലേക്ക് മുത്തം കൊടുക്കുന്ന ഈമാനുള്ള പിതാവിന്റെയും മാതാവിന്റെയും ഹൃത്തടത്തിലെ ദൃഢവിശ്വാസം നമുക്ക് മാതൃകയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 4 വയസ്സുള്ള കുഞ്ഞിന്, 8 വയസ്സുള്ള കുഞ്ഞ് മരിക്കാനെടുക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ ആ കലിമയുടെ അക്ഷരത്തിന്റെ പ്രാസമനുസരിച്ച് പിടഞ്ഞു പിടഞ്ഞ് സക്കറാത്തിന്റെ ഹാലിലെത്തുന്ന ആ 4 വയസ്സുകാരന്റെ ചുണ്ടതിനനുസരിച്ച് ചലിക്കുന്നുവെങ്കിൽ അത് നമുക്ക് പാഠമാകണം.
കഴിഞ്ഞ ദിവസം മർക്കസിന്റെ സന്നദ്ധദാന സമ്മേളനത്തിൽ കാലിഫോർണിയയിൽ നിന്ന് വന്ന വലിയ വിദ്യാസമ്പന്നനായ അവിടുത്തെ അറിയപ്പെട്ട വലിയ കോളേജിന്റെ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അദ്ദേഹം പറഞ്ഞു, കാലിഫോർണിയയിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ മണിക്കൂറുകളിലല്ല മിനിറ്റുകളിൽ നൂറുകണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് സഹിക്കവയ്യാത്ത ശാസ്ത്രവചേരി കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഇറങ്ങുമ്പോഴും യാതൊരു തരത്തിലും പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംവദരാകാതെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് ഈമാനിലും യഖീനിലും ഹിദായത്തിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ത്തിലുള്ള സ്വലാത്തും ദുആയും ഈ സദസ്സിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടായാലും അതിനൊരു മാറ്റം ഈ ലോകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള വിജയഭേരി മുഴക്കിയത് ലോകത്ത് സാക്ഷിയാകാതെ ഈ ലോകം അവസാനിക്കുകയില്ല. പിഞ്ചോമന മക്കൾ ഇഞ്ചിഞ്ചായി ആയിരക്കണക്കിന് കൊല്ലപ്പെട്ടപ്പോഴും അവിടുത്തെ പാവപ്പെട്ട ഉമ്മമാരിൽ ശേഷിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ ഇനിയും ഗർഭിണികളാകും, ഇനിയും ഞങ്ങൾ മക്കളെ പ്രസവിക്കും, അത് മുത്തായി ദീനിനു വേണ്ടി ഞങ്ങളുടെ മക്കളുണ്ടാകും എന്ന് സംസാരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാൻ ചിട്ടപ്പെടുത്തുന്നതിന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കുന്നതിന് ഈ ഒരു വലിയ ഘട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. അർഹമുർ റഹീമീനായ റബ്ബിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, മുൻഗാമികൾ ഇതിനേക്കാളും വലിയ പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട പണ്ഡിതനല്ലേ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങൾ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുൽ അഅ്ലം തങ്ങൾ എല്ലാവരും കടുത്ത പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഈ ദീനിന്റെ ഖിദ്മത്തും ദഅവത്തും നടത്തിയത്. അതുകൊണ്ട് ഇതൊന്നും പുത്തരിയല്ല. ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്നപ്പോൾ ജീവിതകാലം മുഴുവൻ കിടന്ന മഹാനവറുകൾ പറയുകയാണ്, എന്റെ ശുദ്ധീകരണത്തിനും എന്റെ നിസ്കാരത്തിനും പോലും അവരവസരം തരാതെ എന്നെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നിസ്കരിക്കേണ്ട രംഗം മഹാനവറുകൾക്ക് അറിയാവുന്നതുകൊണ്ട് അവർ കുറ്റക്കാരായിട്ടില്ല. എന്നാൽ ജുമായ്ക്ക് പോകാൻ എല്ലാ ജുമാ ദിവസവും മഹാനവറുകൾ ഓടി ആ വാതിൽക്കലേക്ക് എത്തും. ജയിലിന്റെ വാതിൽക്കൽ വരുമ്പോഴേക്ക് ജയിൽ വാർഡൻ വന്ന് ആ വാതിൽ തുറക്കുന്ന വാതിലല്ല, തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് ആക്രോശിക്കും. അവിടെ നിന്നുകൊണ്ട് മഹാനവറുകൾ പറയും, യാ റബ്ബ് ഖദ് അജബ്തുക യാ റബ്ബ് ദഅവതക യാ റബ്ബ്, നിനക്ക് ഞാൻ മറുപടി തന്നിരിക്കുന്നു, നീ വിളിച്ചു ജുമായ്ക്ക്, ഞാൻ ഇതാ വന്നിരിക്കുന്നു, പക്ഷെ എന്നെ ഇവര് തടയുകയാണ്. ആ നിലക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച മഹാന്മാർ, അവരൊക്കെ കടക്കുന്ന സ്വർഗത്തിലാണ് നമുക്ക് കടക്കാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ ദീൻ നമ്മളിലേക്ക് തന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ശരിക്കും മനസ്സിലാക്കണം. സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മൂത്താപ്പയുടെ മകനാണ്. മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് അണികളെ റിക്രൂട്ട് ചെയ്യുമ്പോ ജഅഫറിന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജഅഫറേ, ഒരു പക്ഷേ അവിടുന്ന് രക്തസാക്ഷിത്വം വരിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ നിങ്ങളായിരിക്കണം പതാക ഉയർത്തേണ്ടത്. ഇത് പറയുമ്പോ ജഅഫറിന് അറിയാം, ഈ പടക്കളത്തിൽ ഞാൻ രക്തസാക്ഷിയാണ്. ഉറപ്പിച്ചതിന് ശേഷം വീട്ടിൽ പോയി യാത്ര പറഞ്ഞു വരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് യാത്ര പറയാൻ ചെല്ലുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഒക്കത്തിരിക്കുന്ന പിഞ്ചോമന കുഞ്ഞ് അതാ കുതിരപ്പുറത്തേക്ക് കയറാനൊരുങ്ങുന്ന സമയം അബീ, എന്റെ ഉപ്പാ എന്ന് നേരിട്ട് വിളിക്കുമ്പോ ആ വിളി വന്ന് നെഞ്ചിലിടിച്ചിട്ട് പിതൃസ്നേഹത്തിന്റെ പാരമ്യതയിൽ പിടഞ്ഞു താഴെ വീണ് ഓടി വന്ന് ആ മഹദിയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് 1000 ചുംബനം മാറ്റി മാറ്റി കൊടുക്കാമെന്ന് കരുതി അർപ്പിച്ച ചുണ്ട് അടർത്തി മാറ്റാൻ ജഅഫർ എന്ന പിതാവിന് കഴിയുന്നില്ല. ആതിഖാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു ജഅഫർ എന്ന ഭർത്താവിനോട്, വല്ലഭാ, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങേ ചീഫ് കമാൻഡറായി നിശ്ചയിച്ചിട്ട് ഇവിടെ നിന്ന് സമയം വൈകുകയാണോ? ചുണ്ടും കവിളും തമ്മിൽ പറിച്ചു മാറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് പോകാനൊരുങ്ങുമ്പോ ജഅഫർ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട വല്ലഭേ, ഇനി എന്റെ മകനെ കൊണ്ട് ഉപ്പാ എന്ന് പിറകിൽ നിന്ന് വിളിപ്പിക്കല്ല. ആ നിലക്ക് കടന്നുപോയി അവിടെ നിന്ന് പരിശുദ്ധമായ രക്തസാക്ഷിത്വം വരിച്ച് 80 ചില്ലാനം വെട്ടുകൾ മുൻഭാഗത്ത് തന്നെ ഏറ്റുവാങ്ങി പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സുഹൃത്തുക്കൾ അടുത്തു ചെല്ലുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. പശ്ചിമ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചാൽ നിങ്ങൾ എനിക്ക് വെള്ളം തന്നോളൂ, ഇല്ലെങ്കിൽ നോമ്പുകാരനായി തന്നെ ഞാൻ അങ്ങ് പോകട്ടെ. പുന്നാര ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ സംഭവം മൂത്ത തിരുനാങ്കണത്തിൽ എത്തിയിട്ടില്ലാത്ത റസൂലുള്ളാഹി മദീനത്തെ പള്ളിയുടെ വടക്കേ ഭിത്തിയിൽ ടെലിവിഷനിൽ നോക്കുന്ന മാതിരി നോക്കി മുഅ്ജിസത്തിന്റെ അറിവ് കൊണ്ട് സമൂഹത്തിന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ ജഅഫർ രക്തസാക്ഷിയായ വിവരം പറഞ്ഞ് സദസ്സ് നിശബ്ദമായിരിക്കുന്ന സമയം പുറത്തൊരു വിളി, യാ റസൂലല്ലാഹ്, ആരെന്ന് നോക്കൂ സഹാബാ. പുറത്ത് നോക്കിയപ്പോൾ അസ്മാ ബീവിയാണ്, ആതിഖ ബീവിയല്ല, അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ പുറത്തു വന്ന് നിൽക്കുന്ന വിവരം പറഞ്ഞപ്പോ ജഅഫറിന്റെ ഭാര്യയാണ്, 19 വയസ്സുകാരിയാണ്. അതാ മണിയറയിലെ രാവെണ്ണി തീർത്തിട്ടില്ലാത്ത യുവതിയാണ്. അവസാനം ഒരു ഗ്ലാസ് പാലും റൊട്ടിയും കൊണ്ട് നീട്ടുമ്പോ നോമ്പുകാരനായത് കൊണ്ട് കഴിക്കാതെ പോയി. നോമ്പ് തുറക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭാര്യയാണ്. വന്നിട്ട് നിൽക്കുന്നെന്ന് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്മാനോട് പോകാൻ പറ സഹാബ. പോയില്ല, ഞാൻ അങ്ങോട്ട് കടന്നു വരും നബിയെ എന്ന് പറഞ്ഞപ്പോ അസ്മാ ബീവിയുടെ അടുത്തേക്ക് വന്നിട്ട്, മോളെ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചപ്പോ, എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോ, എന്റെ ഭർത്താവ് നോമ്പ് തുറക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എന്റെ മുമ്പിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, ഇന്ന് വരില്ലേ, നാളെ വരുള്ളോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോളെ ഇനി ദുനിയാവിൽ നിന്റെ അടുത്ത് നോമ്പ് തുറക്കാൻ വരില്ല. പറഞ്ഞപ്പോ തന്നെ അസ്മാ ബീവിക്ക് മനസ്സിലായി
അപ്പോൾ അസ്മാ ബീവി ചോദിക്കുന്നു, ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞ് യതീമായി ഇതിനെ ആര് സംരക്ഷിക്കുമെന്നല്ല, വിധവയായ എന്നെ ആര് പോറ്റി വളർത്തുമെന്നല്ല. യാ റസൂലല്ലാഹ്, ഞാൻ വെച്ചു നീട്ടിയ പാലും റൊട്ടിയും പോലും എടുക്കാതെ നോമ്പുകാരനായി മൂത്തത്തിലേക്ക് പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ സ്വർഗത്തിലേക്ക് പറന്നുപോയ ആത്മാവിന്റെ ഉടമയായെങ്കിൽ അസ്വാഇമൻ അം മുഫ്തിറാ, നോമ്പുകാരനായിട്ടാണോ അതല്ല നോമ്പില്ലാത്ത ആളായിട്ടാണോ ഇവിടെ പറഞ്ഞത്? മൂത്തത്തിന്ന് ആരും വന്നിട്ടില്ല, റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ നബി തങ്ങൾക്ക് പറയാനൊരു വിഷമവും ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, അസ്മാ നോമ്പുകാരനായി തന്നെയാണ് പോയത്, സമാധാനത്തോടെ തിരിച്ചുപോയി. ഞാൻ നിർത്തുന്നു. ഇനി ഒരു മിനിറ്റും ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മദ്ഹർ എന്ന് പറയുന്ന സ്ഥാപനം, നേരത്തെ ആ സ്ഥാപനത്തിലെ ജുമുഅത്ത് പള്ളിയിലെ ഇമാമും അവിടുത്തെ അധ്യാപകനുമൊക്കെയായ ഉസ്താദ് നിങ്ങളോട് സംസാരിച്ചു. 10-35ഓളം സ്ഥലങ്ങളിൽ മദ്ഹറിന്റെ കയ്യൊപ്പ് വീണ സംരംഭങ്ങളുണ്ട്. 4000-ലധികം വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സെഷനുകളിലായി ആ സ്ഥാപനത്തിന് കീഴിൽ പഠിക്കുന്നു. ആ 4000-ൽ ആയിരക്കണക്കായി രാവിലെ വന്ന് പഠിച്ച് വൈകുന്നേരം പോകുന്ന പെൺകുട്ടികൾ അവരെ കൂട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ വലിയൊരു അത്ഭുതമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ആ സ്ഥാപനം ഇന്ന് പടർന്ന് പന്തലിച്ച് കേരളത്തിന്റെ ഉത്തരാർദ്ധത്തിൽ കാസർഗോഡിന്റെ വടക്കേയറ്റത്ത് പ്രശോഭിച്ച് നിൽക്കുമ്പോ അതിൽ നിങ്ങളുടെയൊക്കെ വിയർപ്പിന്റെ ഗന്ധമുണ്ടെന്നറിയാം. നമ്മുടെ സിദ്ദീഖ് മുസ്ലിയാർ, ഞാൻ അയാളെ വിളിക്കുന്ന പാമ്പ് എന്നാ. കാരണം പാമ്പിനെ പിടിക്കുക എന്ന പരിപാടി വരെ തങ്ങളുപ്പാന്റെ അടുത്ത് അനുമതി ചോദിച്ച് അതിനൊക്കെ വിദഗ്ധനായ ആളാണ്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ വന്ന് ചെറിയ മാസവരി നിങ്ങൾ നൽകുന്നത് കളക്ട് ചെയ്ത് സ്ഥാപനത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ മദ്ഹറിനെ മാറോടണച്ചു പിടിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഇന്ന് അതിന്റെ ഗമനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അത്താണിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. വന്ദ്യരായ തങ്ങളവറുകളുടെ അടുക്കൽ വരുന്ന ആളുകൾ അവരുടെ വിഷമങ്ങൾ മാറുമ്പോ തങ്ങൾ അങ്ങോട്ട് കണ്ടീഷൻ ഒന്നും വെക്കാതെ അവിടെ വരുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിലും അല്ലാതെയും സഹായിക്കുന്ന സഹകരണങ്ങളാണ് ആ സ്ഥാപനം കോവിഡ് കാലഘട്ടത്തിലും വിഷമിക്കാതെ നിങ്ങളൊക്കെ താങ്ങി നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ആരാ സംസാരിക്കുക? അവിടെ ശബ്ദം ഉണ്ടാകല്ലേ. ഇപ്പോൾ എല്ലാ കാലത്തും ആ സ്ഥാപനം നിലനിൽക്കണം. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആ സ്ഥാപനവും, നേരത്തെ വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയായ ശൈഖുനാ സിറാജുൽ ഉലമാ ഇദ്രീസ് ഉസ്താദ് തെക്കൻ കേരളത്തിലെ വലിയ പണ്ഡിത കുലപതിയാണ്. മഹാനവറുകൾ പ്രസിഡന്റായ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തങ്ങളുപ്പയും ഇപ്പോൾ സയ്യിദ് ഷഹീർ തങ്ങളും നേതൃത്വം നൽകുന്ന സ്വലാത്ത് മജ്‌ലിസിന്റെ ആ ഇടമായ ഖാദിസിയ എന്ന സ്ഥാപനവും നമ്മൾ പഠിച്ച മർക്കസ് അടക്കം എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളിലും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് സ്ഥാപനത്തിന് സഹായിക്കുന്നവരിലും സ്ഥാപനത്തിന്റെ ഗമനങ്ങളിലുമൊക്കെ ചെറിയ വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും മദ്ഹർ ഒരിടത്തും വിഷമിക്കാതെ മുന്നോട്ട് പോകുന്നത് നിങ്ങളെപ്പോലുള്ള നല്ലവരായ ആളുകളുടെ സഹകരണം കൊണ്ടാണ്. ആ സ്ഥാപനത്തിന് ഒരു സ്ഥിര വരുമാന മാർഗം, അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് എല്ലാ കാലവും നിലനിർത്തി പഠിപ്പിക്കാനുള്ള ഒരു സ്ഥിര വരുമാന പദ്ധതി, അതൊക്കെ പൂർണ്ണമായാലും വലിയ ചെലവുള്ള സംരംഭത്തിന് പിന്നെയും നിങ്ങളൊക്കെ സഹായിക്കേണ്ടി വരും. മാസവരി കൊടുപ്പ് നിർത്താൻ പറ്റൂല. അതേ സമയത്ത് അതിന്റെ ഒരു ഭാഗമെങ്കിലും സ്ഥിരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥിര വരുമാന പദ്ധതി, ഒരു ക്വാർട്ടേഴ്സ്, ഒരു
ഫ്ലാറ്റ് വിലയ്ക്ക് വാങ്ങാൻ അതിന്റെ അഡ്വാൻസ് കൊടുത്ത് അതിന്റെ പ്രവർത്തന പാതയിലാണുള്ളത്. കടമ്പാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഏതാണ്ട് 1.5 കോടി രൂപ ചെലവ് വരുന്ന, അതുകൊണ്ടൊരു സ്ഥിരമായി ഒരു ചെറിയ വരുമാനമെങ്കിലും ആ ഫ്ലാറ്റുകളിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഫ്ലാറ്റ്, ആ സ്ഥലവും ഫ്ലാറ്റും ഉൾപ്പെടെ സ്ഥാപനത്തിന് വേണ്ടി എടുക്കുന്നതിന് ഒരു പദ്ധതി മുന്നിൽ കണ്ടിട്ടുണ്ട്. ഞാൻ തങ്ങളുപ്പാനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ മുന്നിലുള്ള പദ്ധതി അതാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ അതിന്റെ ഒരു സ്പീക്കറായി നിങ്ങളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ അതിനിടയിലുള്ള സ്പീക്കറായി നിങ്ങളോട് അറിയിക്കുന്നു എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് സാധുക്കളിൽ സാധുക്കളായ കേരളത്തിൽ പദ്ധതികൾ കൊണ്ട് ജീവിതം രണ്ടറ്റം എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബന്ധുക്കളെ എല്ലാം വിട്ട് ഏതാണ്ട് ഗൾഫിൽ പോകുന്നിടത്തോളം ദൂരമുള്ള ഈ ബോംബെയിൽ വന്ന് നിങ്ങൾ താമസിക്കുകയും ജോലി നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനിടയിലും മറക്കാതെ മദ്ഹറിനെ നിങ്ങൾ പോറ്റി വളർത്തുന്നുവെങ്കിൽ നമ്മളൊക്കെ മരണപ്പെട്ടാലും ഖിയാമത്ത് നാൾ വരെ അഹ്ലുസുന്നത്തിന്റെ കേന്ദ്രമായി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, നേരത്തെ നമ്മൾ അനാവരണം ചെയ്തത് ശൈഖുനായെ കുറിച്ചാണ്, അവിടുത്തെ മകനെ കുറിച്ചാണ്. ഇരുത്തി പറയേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നേരത്തെ സൂചിപ്പിക്കാൻ കാരണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങൾ, നമ്മളെക്കാൾ പരിചയമുള്ള നിങ്ങൾ, അവരാവശ്യപ്പെടുന്ന അഹ്ലുബൈത്തിൽപ്പെട്ട ബുഖാരി സദാത്തുക്കളിൽപ്പെട്ട നമ്മുടെ മഹത്തായ ദീനീ രംഗത്ത് കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കടലുണ്ടി സദാത്തുക്കളുടെ കാരണവരായിരുന്നു ഷഹീർ തങ്ങളുടെ ഉപ്പ. അവര് നട്ടു വളർത്തി ഇന്നും അവരുടെ ആത്മീയമായ സാന്നിധ്യം കൊണ്ട് പടർന്നു പന്തലിക്കുന്ന ആ മദ്ഹറിന് നമുക്ക് സ്ഥിര വരുമാന പദ്ധതിയായി എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു ജാരിയായ സദഖയായി ഇൻഷാ അല്ലാഹ് ആ ക്വാർട്ടേഴ്സ്, ആ ഫ്ലാറ്റ് നമുക്ക് എടുത്തു കൊടുക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഒരു 5 ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ട് സൗകര്യം പോലെ അവിടെ എത്തിച്ചു കൊടുക്കുകയോ കൊടുത്തയക്കുകയോ നേരിട്ട് കൊണ്ടു കൊടുക്കുകയോ ചെയ്യുക. 45 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ 5 ലക്ഷം അതിൽ നിന്ന് കുറച്ചു പിടിക്കുക. 40 ലക്ഷത്തിന് വീട് പൂർത്തിയാക്കാം. 5 ലക്ഷം രൂപ നാളെ ആഖിറത്തിന്റെ എന്റെ ബാങ്കിലേക്കുള്ള നിക്ഷേപമായി മദ്ഹറിന്റെ മണിമുറ്റത്തുണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ കിട്ടിയ സമയമാണ്. റജബ് മാസത്തിന്റെ സായം സന്ധ്യ, ശഅബാന്റെ പിറവിയിലേക്ക് എത്തി നോക്കുന്ന ഈ സമയം, റമദാൻ മുന്നിൽ കാണുന്ന സമയം, ഈ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ ഒരു 5 ലക്ഷമോ 3 ലക്ഷമോ 2 ലക്ഷമോ 1 ലക്ഷം രൂപയെങ്കിലും ഞാൻ എന്റെ വകയായി ആ വലിയ പദ്ധതിക്ക് 1.5 കോടി രൂപയെങ്കിലും മിനിമം വേണ്ടുന്ന ആ സ്ഥിര വരുമാന പദ്ധതിയുടെ 1ാം ഘട്ടത്തിന് എന്റെ കയ്യൊപ്പ് ഞാൻ ചാർത്തി ഉദ്ഘാടനം ചെയ്യാം എന്ന് തീരുമാനിക്കാൻ അല്ലാഹു ധൈര്യം തന്ന, നിഅമത്ത് തന്ന ഒരാളെങ്കിലും ഈ മജ്ലിസിൽ ഉണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.